പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഗ്യാമിറ്റോജനസിസ് എന്നും ഗ്യാമീറ്റ് ട്രാൻസ്ഫർ എന്നും അല്ലേ. ഗ്യാമിറ്റോജനസിസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഹൗ ദ ഗ്യാമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയെല്ലാമാണ് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്യാമീറ്റ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മിയോസൈറ്റിനെ കുറിച്ചും ക്രോമസോം നമ്പറിനെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ നമുക്ക് അടുത്ത സെഷനിൽ ചർച്ച ചെയ്യാനുള്ളത് അതിൻ്റെ രണ്ടാമത്തെ പോർഷനായിട്ടുള്ള ഗ്യാമീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. എന്താണ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ? അപ്പോൾ ഗ്യാമിറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്യാമീറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്, ഈ ഗ്യാമീറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന, അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മെക്കാനിസമാണ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിനെ എടുത്താൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് അതാണ് സാധാരണയായിട്ട് വരുന്നത്. ഇൻ മെജോറിറ്റി ഓഫ് ദ ഓർഗാനിസംസ്, നമ്മൾ സാധാരണ പറയുന്ന ഓർഗാനിസംസിലെല്ലാം തന്നെ മെയിൽ ഗമീറ്റ്സ് എന്ന് പറയുന്നത് മോട്ടയിലായിരിക്കും, ഫീമെയിൽ ഗമീറ്റ്സ് എന്ന് പറയുന്നത് നോൺ മോട്ടയിലായിരിക്കും. എല്ലാത്തിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചില ഫഞ്ചി അല്ലെങ്കിൽ ആൽഗർ ഗ്രൂപ്പ്സിൽ നോക്കിയാൽ രണ്ട് ഗമീറ്റ്സ് മോട്ടയിലായിരിക്കും. പക്ഷേ ഇൻ മെജോറിറ്റി ഓഫ് ദ ഓർഗാനിസംസ് ദ മെയിൽ ഗമീറ്റ്സ് ആർ മോട്ടയിൽ ആൻഡ് ഫീമെയിൽസ് ആർ നോൺ മോട്ടയിൽ ഓർ സ്റ്റേഷനറി. അപ്പോൾ ഇവിടെ മോട്ടയിലായിട്ടുള്ള മെയിൽ ഗമീറ്റ്സിന് മൂവ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. ഇപ്പോൾ പല ഓർഗാനിസംസിലും മീഡിയം എന്ന് പറയുന്നത് പലതായിരിക്കും. ഇപ്പോൾ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള സിമ്പിൾ പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ വാട്ടറാണ് അവിടെ ഈ പറയുന്ന ഗാമീറ്റ്സിൻ്റെ ട്രാൻസ്ഫറിനായിട്ടുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൽ ഗാമീറ്റ്സിൻ്റെ എണ്ണം ഫീമെയിൽസിനേക്കാളും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ ആ ഗാമീറ്റ്സ് മൂവ് ചെയ്യാനായിട്ടൊരു മീഡിയം ആവശ്യമാണ് എന്നും പറഞ്ഞു. അപ്പോൾ ഈ മീഡിയത്തിലൂടെ ഗമീറ്റ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് എ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ്, അവിടെ ശ്രദ്ധിക്കുക, സാധാരണയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൽ ഗമീറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഫീമെയിൽസിനേക്കാളും കൂടുതലായിരിക്കും. The total number of male gametes produced are several times more than that of the females. പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൽ ഗമീറ്റ്സിൻ്റെ എണ്ണം ഫീമെയിൽ ഗമീറ്റ്സിൻ്റെ എണ്ണത്തെക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് അതിനുള്ള കാരണമെന്ന് ചോദിച്ചാൽ എ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ് ദ ഫെയിൽ ടു റീച്ച് നിയർ ടു ദ ഫീമെയിൽസ്. അതായത് ഈ മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എല്ലാ മെയിൽ ഗമീറ്റ്സിനും അവിടെ ഫീമെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ ഒന്നായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൽ ഗമീറ്റിന് ഫീമെയിൽ ഗമീറ്റ്സിൻ്റെ അടുത്ത് എല്ലായ്പ്പോഴും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൽ ഗമീറ്റ്സ് ഫീമെയിൽ ഗമീറ്റ്സിൻ്റെ അടുത്ത് എത്തണം എന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് മെയിൽ ഗമീറ്റ്സ് ഡ്യൂറിങ് ഗമീറ്റ് ട്രാൻസ്ഫർ the total number of male gametes produced are several times more than that of the females. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് why the total number of male gametes produced are several times more than that of the females എന്ന് ചോദിച്ചാൽ എ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ് ദേ ഫെയിൽ ടു റീച്ച് നിയർ ടു ദ ഫീമെയിൽസ്. അതായത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ മെയിൽ ഗമീറ്റ്സിൽ എ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ് ദേ ഫെയിൽ ടു റീച്ച് നിയർ ടു ദ ഫീമെയിൽസ്. കാരണം ഒരു അക്വാറ്റിക് മീഡിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അക്വാറ്റിക് മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് ഏത് മെയിൽ ഗമീറ്റ് ആണ് ഫീമെയിലിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും മുന്നേ കൂട്ടി പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ് ദേ ഫെയിൽ ടു റീച്ച് നിയർ ടു ദ ഫീമെയിൽസ്, സോ ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് സെവറൽ ടൈംസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഫീമെയിൽസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സിൽ നോക്കുമ്പോൾ പോളൻ ഗ്രെയിൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സ്റ്റേമൻ്റെ ആന്തറിനകത്താണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രക്ചർ ആയിട്ടുള്ള സ്റ്റിഗ്മയുടെ അടുത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മീഡിയത്തിലൂടെ എത്തണം. അപ്പോൾ ബൈസെക്ഷുവൽ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് ഫെർട്ടിലൈസിങ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് വളരെ വേഗം എത്തും. കാരണം ഇത് രണ്ടും ക്രമീകരിച്ചിരിക്കുന്നത് വളരെ അടുത്തായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളിനേഷൻ എന്നാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഈസ് കോൾഡ് പോളിനേഷൻ. അപ്പോൾ അങ്ങനെ
ആന്ത്രിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ എഫക്റ്റീവായിട്ട് പോളിനേഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആന്ത്രും സ്റ്റിഗ്മയും അടുത്തടുത്ത് വരുന്നത് കൊണ്ട് പോളിനേഷൻ എന്ന് പറയുന്ന മെക്കാനിസം വളരെ എളുപ്പത്തിൽ നടക്കുമെന്ന് പറഞ്ഞു. ഇനി ഡയേഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനിമൽസ് ആണെന്നുണ്ടെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ്സ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിലായതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം തന്നെ അവിടെ ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മെക്കാനിസത്തിന് വേണ്ടി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അടുത്ത ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൽ ഗമീറ്റ്സ് larger number of male gametes the male gamete it reached near to the female അല്ലേ. ഇപ്പോൾ ഇവിടെ ഫ്ലവേഴ്സിൽ നമ്മൾ പറയുമ്പോൾ there is a specialized mechanism called pollination. എന്താണ്? the transfer of pollen grains from the anther to the stigma of a flower is called pollination. അപ്പോൾ ഇതാണ് ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മെക്കാനിസം. അതായത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ് ആരുടെ അടുത്തേക്ക്, ഫീമെയിൽ ഗമീറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെക്കാനിസമാണ് ഗമീറ്റ് ട്രാൻസ്ഫർ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സിലെ മെയിൽ ഗമീറ്റ്സ് എന്ന് പറയുന്നത് മോട്ടൈലായിരിക്കും, ഫീമെയിൽസ് എന്ന് പറയുന്നത് നോൺ മോട്ടൈലായിരിക്കും. പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൽ ഗമീറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഫീമെയിൽ ഗമീറ്റ്സിൻ്റെ എണ്ണത്തെക്കാളും കൂടുതലായിരിക്കും. എന്താണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു? A larger number of male gametes they fail to reach near to the females during the process gamete transfer. To compensate the loss of male gametes during gamete transfer, the total number of male gametes produced are several times more than that of the females. അപ്പോൾ ഇതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റിലെ രണ്ടാമത്തെ സെഗ്മെൻ്റ് ആയിട്ടുള്ള ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ പോർഷനെ കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പോൾ ആദ്യം പ്രീ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തേത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. Fertilization is the most important event of sexual reproduction because in this process the fusion of gametes takes place. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ ഫെർട്ടിലൈസേഷൻ നടന്നപ്പോൾ ഗാമിറ്റോജനസിസ് എന്ന് പറയുന്ന മെക്കാനിസം നടന്നതിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗമീറ്റ്സ് ഉണ്ട്. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഉണ്ട്. ഈ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്യുന്ന മെക്കാനിസം അതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സിംഗമി എന്നാണ്. SYNGAMY സിംഗമി. ദാറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് gametes. The most important event of sexual reproduction is the fusion of gametes produced as a result of gametogenesis and the mechanism is called syngamy. So as a result of syngamy, ഈ syngamy എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് there forms a diploid zygote. കാരണം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഫോം ചെയ്യുന്നത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ആയിരിക്കും. So the zygote is diploid. So the fusion of male and female gametes that resulting in the formation of a diploid zygote and the process, overall the process is called syngamy. അതിനെയാണ് നമ്മൾ സിംഗമി എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്ന മെക്കാനിസമാണ് സിംഗമി എന്ന് പറയുന്നത്. എന്നാൽ ഇൻ സം ഓഫ് ദ ഓർഗാനിസംസ്, നമ്മൾ ഇതിൻ്റെ എക്സെപ്ഷണൽ കേസ് പറയുകയാണ്, ചില ഓർഗാനിസംസിലാണെന്നുണ്ടെങ്കിൽ ദ ഫീമെയിൽ ഗമീറ്റ് അണ്ടർഗോ ഡെവലപ്മെൻറ്റ് to form a new individual without fertilization. ചില ഓർഗാനിസംസിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫീമെയിൽ ഗമീറ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന പേര് പാർത്തനോജനസിസ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിഫൈൻ പാർത്തനോജനസിസ് എന്താണ്? ഇൻ സം ഓഫ് ദ ഓർഗാനിസംസ് ദ ഫീമെയിൽ ഗമീറ്റ് അണ്ടർഗോസ് ഡെവലപ്മെൻറ്റ് to form a new individual without fertilization and the phenomenon is called parthenogenesis. Example, ഇപ്പോൾ ഹണി ബീസ്, അതുപോലെ ലിസാർഡ്, റോട്ടിഫേഴ്സ്, സം ഓഫ് ദ ബേർഡ്സ് ലൈക്ക് ടർക്കി എക്സെട്ര. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഫീമെയിൽ ഗമീറ്റ് എന്താണ് പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ദ മെക്കാനിസം ഈസ് കോൾഡ് പാർത്തനോജനസിസ്. എക്സാമ്പിൾ ഹണി ബി, റോട്ടിഫേഴ്സ്, ലിസാർഡ് ആൻഡ് ബേർഡ്സ് ലൈക്ക് ടർക്കി എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് വെൻ ആൻഡ് വെയർ ദ സിംഗമി ഒക്കേഴ്സ്. എവിടെ വെച്ചാണ്, എപ്പോഴെങ്ങനെയാണ് സിംഗമി എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നത്? അപ്പോൾ പല ഓർഗാനിസംസിലും പല രീതിയിലായിരിക്കും ഈ പറയുന്ന ഗമീറ്റിക് ഫ്യൂഷൻ എന്ന് പറയുന്ന മെക്കാനിസം അല്ലെങ്കിൽ സിംഗമി നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻ മോസ്റ്റ് ഓഫ് ദ അക്വാട്ടിക് ഓർഗാനിസംസ്, ജലജീവികൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ആൽഗെ, അതുപോലെ തന്നെ ഫിഷസ്, അതുപോലെ ആംഫിബിയൻസ്, ഉഭയജീവികൾ, ഇതിലൊക്കെ ആണെങ്കിൽ ദ സിംഗമി, ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ അൻ എക്സ്റ്റേണൽ മീഡിയം, ഒരു പുറമേയുള്ള ഒരു മീഡിയത്തിൽ
വെച്ചായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ വെച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് പുറത്ത് വെച്ചായിരിക്കും, പുറത്തുള്ള ഒരു മീഡിയത്തിൽ വെച്ചായിരിക്കും ഗമീറ്റിക് ഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗമീറ്റിക് ഫ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നാണ്. So, in most of the aquatic organisms like algae, fishes, amphibians, etc., the gametic fusion or syngamy that occurs in an external medium, that is outside the body of organism, such type of gametic fusion is called external fertilization. അതിനെ വിളിക്കുന്ന പേര് external fertilization എന്നാണ്. സോ ഇങ്ങനെ എക്സ്റ്റേണലി ഫെർട്ടിലൈസിങ് ഓർഗാനിസംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ് ആ സറൗണ്ടിങ് മീഡിയത്തിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫിഷസ്, അതുപോലെ തന്നെ ഫ്രോഗ്, അങ്ങനെയുള്ള ഓർഗാനിസംസിലൊക്കെ ആണെങ്കിൽ ധാരാളമായിട്ട് മെയിൽ ഗമീറ്റ്സ് ഇങ്ങനെ അല്ലെങ്കിൽ ഗമീറ്റ്സ് ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സിൽ ഏതെങ്കിലും ഒരു മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റുമായിട്ട് ആ എക്സ്റ്റേണൽ മീഡിയത്തിൽ തന്നെയുള്ള ഫീമെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും അവിടെ ഫീമെയിൽ ഗമീറ്റ്സുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും അവിടെ എന്ത് ഫോം ചെയ്യുകയും ചെയ്യും, ഓഫ്സ്പ്രിങ്സ് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ മീഡിയത്തിലായതുകൊണ്ട് തന്നെ മെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ അവിടെ എന്തും വരുന്നുണ്ട്, ഫീമെയിൽ ഗമീറ്റ്സും സാധാരണയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അവിടെ ആ മെയിൽ ഗമീറ്റ്സ് ആ പറയുന്ന എക്സ്റ്റേണൽ മീഡിയത്തിലുള്ള ഫീമെയിൽ ഗമീറ്റ്സുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള എക്സ്റ്റേണലി ഫെർട്ടിലൈസിങ് ഓർഗാനിസംസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലായതുകൊണ്ട് തന്നെ ഇതിനെ പ്രെഡേറ്റേഴ്സ്, അതായത് ഇരപിടിക്കുന്ന ജീവികൾ ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എക്സ്റ്റേണലി വൾണറബിൾ ടു ദ പ്രെഡേറ്റേഴ്സ്, അതായത് അതിൻ്റെ സർവൈവൽ, അതിജീവന ശേഷി എന്ന് പറയുന്നത്. കാരണം എക്സ്റ്റേണൽ മീഡിയത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനോ അങ്ങനെയുള്ള ഒന്നും വരുന്നില്ല. അങ്ങനെ എക്സ്റ്റേണലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സിനെ വളരെ പെട്ടെന്ന് തന്നെ പ്രെഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഓർഗാനിസംസ്, ഇപ്പോൾ ഹയർ കാറ്റഗറി ഓഫ് അനിമൽസ് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫംഗൽ ഗ്രൂപ്പ്സിൽ വരുന്ന ഓർഗാനിസംസ് ആണെങ്കിലോ അല്ലെങ്കിൽ മാമൽസ് വരുന്നുണ്ട്, പ്ലാന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസിൽ ദ മെക്കാനിസം, ദ സിംഗമി ദാറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം, നേരത്തെ നമ്മൾ പറഞ്ഞ ഔട്ട്സൈഡ് ദ ബോഡിയാണ്. പക്ഷേ ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസിൽ വരുമ്പോൾ ദ സിംഗമി ഓർ ഗമീറ്റിക് ഫ്യൂഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് ഗമീറ്റിക് ഫ്യൂഷൻ ഈസ് കോൾഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അതിനെ വിളിക്കുന്ന പേര് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നാണ്. ഇങ്ങനെ ഇന്റേണലി ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്ന ഓർഗാനിസംസിൽ ദ ഫീമെയിൽ ഗമീറ്റ് അല്ലെങ്കിൽ നമ്മൾ എഗ് എന്ന് പറയും. ദ എഗ് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ പാരൻറ്റ്. അവിടെ ആ ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് അകത്ത് ആണ് എഗ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ ഫീമെയിൽ ബോഡിക്ക് അകത്ത് വെച്ചിട്ട് മെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും അവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ മെയിൽ ഗമീറ്റ്സ് എന്ന് പറയുന്നത് മോട്ടൈലായിട്ടുള്ള മെയിൽ ഗമീറ്റ്സ് ആണ്. ഈ മോട്ടൈലായിട്ടുള്ള മെയിൽ ഗമീറ്റ്സ് നോൺ മോട്ടൈലായിട്ടുള്ള ഫീമെയിൽ ഗമീറ്റിനടുത്തേക്ക് എഗ്ഗിനടുത്തേക്ക് എത്തുകയും അവിടെ അതുമായിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് female organism and such type of fertilization mechanism is called internal fertilization. And the most important significance of internal fertilization, അതായത് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഫീമെയിൽ പാരൻറ്റിൻ്റെ ബോഡിക്ക് അകത്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നതിനെങ്കിലും കുറച്ചുകൂടി സേഫ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് സേഫ് ആയിരിക്കും എവിടെ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന മെക്കാനിസത്തിൽ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മെക്കാനിസത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയുമായപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷനെക്കുറിച്ചും ഫെർട്ടിലൈസേഷൻ മെക്കാനിസത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരേ ഒരു ഭാഗം കൂടെ മാത്രമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.